ദേ ഇന്നും മാങ്ങ തന്നെയാണ് കേട്ടോ. എന്താപ്പത് എന്നും മാങ്ങ എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ മാങ്ങ കാലത്തല്ലേ നമുക്ക് ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അത് നല്ല പച്ച മാങ്ങ വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത് എന്താ അറിയോ? അങ്കമാലി സ്പെഷ്യൽ മാങ്ങ കറി കേട്ടോ. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയും അത്യാവശ്യം വലുതുമാണെങ്കിൽ ഒന്ന് തന്നെ മതി കേട്ടോ. ഞാനിപ്പോൾ മീഡിയം സൈസിലായതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടിയിട്ട് ഇതങ്ങ് മാറ്റി വെക്കണം. ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, ഞാനിതിലേക്ക് മാങ്ങ തൊലി കളയാനാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് 10 മിനിറ്റ് മാറ്റി വെക്കുമ്പോൾ നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് ഒരു സവാള അരിഞ്ഞതും 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നേരത്തെ മാങ്ങയിലും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് വെച്ചിട്ടൊന്ന് നിരടിയെടുക്കണം കേട്ടോ. ആദ്യം ഈ സവാളയും ഈ മസാലക്കൂട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് നമ്മൾ ഇതുപോലെ കൈവച്ച് നിരടിയെടുക്കുക. ഇത് ആദ്യം ഒന്ന് ആയതിനു ശേഷം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാങ്ങ ഉണ്ടല്ലോ, ഉപ്പും മഞ്ഞളൊക്കെ പുരട്ടി വെച്ചത്, അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നമ്മളിതുപോലെ കൈവച്ചിട്ട് നിരടി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു കറി സ്പെഷ്യൽ ആവുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ, കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ മാങ്ങ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തതിന് ശേഷം വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അടച്ചു കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ തുറന്നിട്ട് വേവിച്ചാൽ പെട്ടെന്ന് വെള്ളം വറ്റിയിട്ട് ചിലപ്പോൾ നമ്മൾ 2ാം പാൽ ചേർക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമില്ലാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അടച്ചു കൊടുത്തതിന് ശേഷം മാങ്ങ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. നല്ല പോലെ വെന്ത് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയില്ല 1 കപ്പ് 1ാം പാൽ കേട്ടോ. അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാടിട്ട് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിത് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയുള്ളിയാണ് കേട്ടോ വേണ്ടത്. 10 ചെറിയുള്ളി ഞാൻ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 4 വറ്റൽ മുളകും കറിവേപ്പില ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് താളിച്ചിട്ട് ഈ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേ ഇനി നിങ്ങൾ തന്നെ പറയാം, ഇനി എന്ത് വേണം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ? ഈ ഒരു ഒറ്റ ഐറ്റം മതിയില്ലേ? എന്ത് ടേസ്റ്റ് അറിയോ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റും. അതുപോലെ നമ്മൾ 1ാം പാലിലാണല്ലോ ആ മാങ്ങ വേവിച്ചത്, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല പുളിയുള്ള പച്ചമാങ്ങ കയ്യിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ കല്യാണ സ്പെഷ്യൽ അങ്കമാലി മാങ്ങ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.